അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ 2 മാങ്ങയാണ്. അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. വലിയ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സുർക്ക ചെറിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കടുകും ഒരു പാനിലിട്ടിട്ട് വറുത്തെടുത്ത് അത് പൊടിച്ച് വെച്ചതാണിത്. വെളിച്ചെണ്ണ ആവശ്യത്തിന്. അതുപോലെ ഇതിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഉപയോഗിച്ചാൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പ് അത്യാവശ്യം, വെളുത്തുള്ളി അരിഞ്ഞത്, അത് അത്യാവശ്യം വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. വലിയ 2 പച്ചമുളക് അരിഞ്ഞത്, വലിയ 1 ഇഞ്ചി കഷ്ണം ചെറുതാക്കി കൊത്തി അരിഞ്ഞത്, കായം വറുത്ത് പൊടിച്ചതാണ്. ഇത് കായപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. പാന് ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണയും നല്ലെണ്ണയും നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവയും കടുവും പൊടിച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് 3ഉം ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. പിന്നീട് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു തവ ഉപയോഗിച്ചിട്ട് ആ മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. മാങ്ങ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ജസ്റ്റ് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടീൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. അത് അധികം ചേർക്കണ്ട. അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിൻ്റെ ഒരു കുത്തൽ വരും. ഉപ്പിന് ചെറിയൊരു കുറവുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായി വരാം. ബൈ ബൈ.